സ്തോത്രം സ്തോത്രം സ്തോത്രം. മതി 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 മതി. ആ 32-ാമത്തെ വാക്യം ഒന്നുകൂടി പാസ് വായിച്ചു. 32-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. മതി, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വിവാത്സല്യ ഭവനത്തിന്റെ മറവിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് സഹോദരങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ ഇതായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് യാദൃച്ഛികമല്ല ഇവിടെ കടന്നു വന്നത്, കർത്താവിന്റെ ഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനം തരണം കർത്താവേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ദൈവവചനമാകുന്ന മന്ന കൊണ്ട് ഇന്ന് പൽക്കാലം ഞങ്ങളെ പോഷിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനം കേട്ട് ബലപ്പെട്ട് ശക്തിയോടെ ബലത്തോടെ കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടപോരുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഈ പകൽക്കാലം ഈ വചനങ്ങൾ, പ്രവൃത്തി പുസ്തകത്തിലെ ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ 100 മേനി വിളയുവാൻ തക്കോണം കർത്താവേ നീ കൃപ ചെയ്യണമേ. കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാര് ദിവ്യരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ശക്തിയോടെ മുൻപോട്ട് പോകാൻ ഇന്ന് പൽക്കാലം ഈ വചന പ്രഘോഷണം മുഖാന്തരമായി ഭവിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്വോത്രം സ്വോത്രം സ്വോത്രം. സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർണോട് കേൾക്കണം നല്ല പിതാവേ. നമ്മെ അനുഗ്രഹിക്കട്ടെ. ചില പ്രിയപ്പെട്ടവരോട് കടന്നു വരാനിടയായി തീർന്നു. എന്തുകൊണ്ടും ദൈവഹിത പ്രകാരമാണ് നമ്മൾ ഈ ഭവനത്തിലായിരിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവം നമ്മളെ നടത്തുവാൻ കഴിവുള്ളവനാണ്. പണ്ടുള്ള കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നു, സഭായോഗങ്ങൾ നടന്നത് വൃക്ഷത്തണലിലാണ്. നമുക്കറിയാം, ചരിത്രം പറയാതെ തന്നെ മരത്തിന്റെ തണലിലൊക്കെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കും. അതിനുശേഷം ചെറിയ ചെറിയ ചെറ്റപ്പുറകളായിട്ടുള്ള ചെറിയ കൂടുകൾ പോലെ ഓല കൊണ്ട് മേഞ്ഞതോ അങ്ങനെ ചെറിയ ചെറിയ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കി ചെറിയ കെട്ടിടങ്ങളിലാണ് ആരാധന നടന്നിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പുരോഗമനങ്ങൾ വന്നു വന്ന് ഓടായി, വാർത്ത കെട്ടിടങ്ങളായി. പക്ഷേ ആ ആത്മീക അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ജീവിത സാഹചര്യത്തിൽ വളരെ ചെറിയ തോതിലൊക്കെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവരെ, വൃക്ഷത്തണലിലും ചെറിയ ചെറിയ ഹോളിലൊക്കെ ഇരുന്ന് ആരാധിച്ചവരെ, അവരാരാധിച്ച സമയത്തുള്ള ആത്മീക നിലവാരങ്ങളെക്കുറിച്ച് പല പ്രിയപ്പെട്ടവരും പറഞ്ഞത് ഞാൻ കേട്ട് സന്തോഷിക്കാറുണ്ട്. ആ ഒരു അനുഭവം മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഈ സാഹചര്യത്തിലും അവരനുഭവിച്ച ദൈവകൃപയും അവരനുഭവിച്ച ദൈവവചനത്തിന്റെ വെളിപ്പാടുകളും അവരനുഭവിച്ച ആത്മീക സന്തോഷവും പ്രത്യാശയും ആത്മീകമായ അനുഗ്രഹത്തിന്റെ കലവറകളും കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിലപിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രവൃത്തി പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പ്രവൃത്തി പുസ്തകം പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകമായിട്ട് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ദാസന്മാർ ആരെങ്കിലും ഒരാളെന്ന് വായിക്കുക. 2 തെസ്സലോനിക്ക 2:15. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു. മതി. ഈ വാക്കിനാലോ ലേഖനത്താലോ തന്നത് പ്രമാണമാണ് ദൈവസഭയുടെ. അപ്പൊ വാക്കിനാൽ തന്നത് ഏതാ? പ്രവൃത്തി പുസ്തകം. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യമാണ്. ലേഖനത്തിലൂടെ തന്നത് ഏതാ? റോമാലേഖനം മുതൽ ലേഖനങ്ങൾ മുഴുവൻ, യൂദാലേഖനം വരെ. പ്രവൃത്തി വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം കൂടി നമുക്ക് പഠിക്കാം. കാരണം അത് പുതിയ സഭയ്ക്ക് ഉള്ളത് തന്നെയാണ്. എന്നാൽ 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ് കാണുന്നത്. അപ്പോൾ ഈ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കാനാണ് ദൈവസഭയുടെ അപ്പോസ്തലൻ ബുദ്ധി ഉപദേശം തന്നിരിക്കുന്നത്. പൗലൂസ് ആരാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പൗലൂസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തവര് അന്നത്തെ കാലഘട്ടത്തോട് ഇന്നും ഉണ്ട്. എനിക്കറിയാം, ഒരു പാസ്റ്റർ പൗലൂസ് എഴുതിയ ലേഖനങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് അത് പഠിക്കാൻ. പൗലൂസിന്റെ ലേഖനങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നൊക്കെ പ്രസംഗിച്ച മഹാന്മാർ ഈ എറണാകുളം പട്ടണത്തിലുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ മർമ്മങ്ങളും ഇതിന്റെ ആത്മീക സത്യങ്ങളും വളരെ വലുതാണ്. അത് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല. അത് നമ്മൾ ആത്മാവിൽ അല്ല. സ്വതന്ത്രം
ഞാനിതെൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം ആരാണെന്ന് നമുക്കറിയാം. സ്തോത്രം. അതായത് ദുരുപദേശം പറയുന്നതിൽ മഹാന്മാരായിട്ട് എടുത്തോ അതിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഈ തിരുവചന സത്യങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പെന്തക്കോസ് ജീവിതത്തിൽ 25 വർഷം ഞാനൊരു പെന്തക്കോസുകാരനായിട്ട് ഇരുന്നിട്ട് ഈ പുതിയ നിയമ സത്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ആത്മീയമായ വിഷയങ്ങളെക്കുറിച്ചും അജ്ഞാനിയായിട്ട് മുമ്പോട്ട് പോയെന്ന് പറഞ്ഞാൽ ദുഃഖത്തോടെ ഞാനത് ഇപ്പോഴും പറയുകയാണ്. എന്നാൽ അതിനുശേഷം ദൈവവചനം ആഴത്തിൽ പുതിയ നിയമ സഭയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും പ്രമാണങ്ങളും ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു. ആര് മുറുകെ പിടിക്കണം? പുതിയ നിയമസഭ. ഒരു സംശയമില്ല കാര്യത്തില്. പുതിയ നിയമസഭ മുറുകെ പിടിക്കേണ്ടത് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. അത് പ്രമാണങ്ങളാണ്. 1 കൊരിന്ത്യർ 14:37 വായിച്ചാട്ട്, ഇതൊക്കെ ഞാൻ ഹൃദയത്തിൽ കർത്താവ് തരുന്ന വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെയാണല്ലോ ശുശ്രൂഷ പോകുന്നത്. 1 കൊരിന്ത്യർ 14:37. ഹല്ലേലൂയ. 38 കൂടി ചേർത്ത് വായിക്കാം. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു. കർത്താവിന്റെ കൽപ്പനകളാണ് ഈ എഴുതുന്നത്. നിങ്ങള് ഈ മൊബൈലുള്ളവരൊക്കെ എഴുതുന്ന ഒരു പേപ്പർ എടുത്ത് ഓരോന്ന് എഴുതുന്നത് നല്ലതാണ്. ഈ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ അത് വലിയ നഷ്ടമായി മാറും. ആ പേപ്പർ ഓരോന്നെടുത്തിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ വാക്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന വാക്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഒരു നിസ്സാരമായ ഒരു പഠനമല്ല ഇത്. അത് ആദ്യം മനസ്സിലാക്കണം. സ്തോത്രം. പേനെടുത്തോ? പേനുള്ളവർക്ക് എടുക്കും. പേനില്ലാത്തവർക്ക് പേന എടുക്കാം. ഞാൻ പേന വാങ്ങില്ല, സാധാരണ പേനയൊക്കെ കൊണ്ടുവരുന്നതാണ്. സ്തോത്രം. അപ്പോൾ ഈ നിങ്ങൾ മൊബൈലിൽ വായിക്കുമ്പോൾ അത് വായിച്ചങ്ങ് വിടുക ചെയ്യുന്നത്. ഞാൻ സാധാരണ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ സബ്ജക്റ്റ് അത് അങ്ങനെ തന്നെ DTP പ്രിന്റ് എടുത്ത് സബ്ജക്റ്റ് പ്രസംഗിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കേണ്ടതായ പഠിപ്പിക്കേണ്ടതായ വിഷയം അത് മാറ്റിവെക്കാനൊരു പ്രേരണ കിട്ടിയിട്ട് ഈ വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം എടുത്ത് ധ്യാനിക്കുന്നത്. അപ്പോൾ പൗലൂസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പിതാവാം ദൈവത്താലും, ഗലാത്യർ 1:1. എല്ലാവരും പേപ്പർ എടുത്തിട്ട് വാക്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. സ്തോത്രം. ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവാം ദൈവത്താലും അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ പൗലോസ് ആരാ? പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. പക്ഷെ പ്രാധാന്യമില്ല ഭാഷയത്തിന്. നമ്മള് കർത്താവിന്റെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. യൂത പോയ സ്ഥാനത്ത് പൗലൂസിനെ ദൈവം അപ്പോയിൻമെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിതാക്കന്മാരുടെ പഠനം. അത് മത്യാസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നിട്ടുണ്ട്. മത്യാസിനെ പിന്നെ അതിന്റെ പൊടി പോലും കണ്ടിട്ടില്ല, പിന്നെ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പൊ പറയും മറ്റുള്ളവരും അതിന്റെ പല അപ്പോസ്തലന്മാരും ഇതിൽ എഴുതിയിട്ടില്ല, ലേഖനം എഴുതിയിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ ശരിയായ നിലയിൽ പഠിപ്പിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ച ഒരു അനുഗ്രഹീതനായ ദൈവവൃത്തിനാണ് അപ്പോസ്തലനായ പൗലോസ്. അവിടെ പറയുന്നു പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടത്. സ്വതന്ത്രം. അപ്പോ ദൈവസഭയുടെ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ പൗലൂസ് ആണ് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ പൗലൂസിന്റെ ചില പ്രസ്താവനകളും പൗലൂസിന്റെ ഉപദേശങ്ങളും നമ്മൾ സസൂക്ഷ്മം പഠിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. കാരണം പൗലൂസ് എഴുതിയ വചനങ്ങളും ഉപദേശങ്ങളും വിട്ടുകളഞ്ഞാൽ പിന്നെ ദൈവസഭയ്ക്ക് കാര്യമായിട്ടൊന്നും നമുക്ക് മറ്റുള്ള അപ്പോസ്തലന്മാരിൽ നിന്ന് കിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരിൽ ഉണ്ട്. പക്ഷെ പൗലൂസ് ആണ് പുതിയ നിയമസഭയുടെ അപ്പോസ്തലനായിട്ട് ദൈവം നിയമിച്ചെന്ന ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് കർത്താവ് ഡയറക്റ്റായിട്ട് ആക്കി വെച്ചു പത്രോസ്. ശരി. എന്നാൽ പൗലൂസ് ആണ് പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും പ്രയോജനപ്രദമായ നിലയിൽ ഉപദേശങ്ങൾ തരുന്നെന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊരിക്കലും വിസ്മരിക്കാവുന്നതല്ല. സ്തോത്രം. അപ്പോൾ പൗലൂസിന്റെ ശുശ്രൂഷയിലുണ്ടായ അനുഭവങ്ങളാണ് ഈ പ്രവൃത്തി പുസ്തകത്തിലും
മറ്റു ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പൗലോസ്. 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. ഈ 14 ലേഖനങ്ങളും നമ്മൾ നന്നായിട്ട് വായിച്ചു പഠിക്കണം. പ്രവൃത്തി പുസ്തകം ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ മുറുകെ പിടിക്കാൻ പറഞ്ഞാൽ നമ്മളത് വായിച്ചു പഠിക്കണം. ഈ ലേഖനങ്ങളുടെ പഠനം വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളെ തിരിയപ്പെടുത്താനുള്ളത്, നമുക്കൊരു കത്ത് ഒരാൾ അയച്ചാൽ, നമുക്കറിയാം വിദേശ രാജ്യത്തൊക്കെ ഉള്ള ആൾക്കാർ, ജോലിക്കാർ, അച്ചായന്മാർ ജോലി ചെയ്യുമ്പോൾ ഭാര്യമാരോ ആരെങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ കത്തുകളായിരിക്കും. അയക്കാൻ നേരത്തെ A4 ഷീറ്റിൽ 2 പേപ്പർ കത്ത് അയച്ചെന്നിരിക്കട്ടെ. A4 ഷീറ്റിൽ അയച്ചാൽ 1, 2, 3, 4 പേജ് കാണും. നമ്മൾ ആദ്യം എടുത്തിട്ട് ആ A4-ൻ്റെ ആദ്യത്തെ പേജ് അങ്ങോട്ട് വായിച്ചിട്ട് ബാക്കി ആ 3 പേജ് വായിക്കാൻ എടുത്തങ്ങ് മാറ്റിയിടുമോ? ഇല്ല, ചെയ്യാറില്ല. കംപ്ലീറ്റ് ആ കത്തിൻ്റെ അവസാനം വരെയുള്ള ഓരോ വാചകങ്ങളും നമ്മൾ വായിച്ച് തീർത്ത് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. എന്നതുപോലെ ലേഖനങ്ങൾ, ഇപ്പോൾ റോമലേഖനം 1-ാം അധ്യായം മുതൽ എത്ര അധ്യായങ്ങളുണ്ട്? 16 അധ്യായം. ആ 16 അധ്യായം വരെയും നമ്മൾ തുടർച്ചയായിട്ട് വായിച്ച് പഠിക്കുമ്പോഴാണ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലേക്ക് എഴുതിയ ഉപദേശത്തിൻ്റെ ഒരു രൂപം, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, നമുക്ക് തികച്ചും കിട്ടുന്നത്. അതുപോലെ കൊരിന്ത്യർ ലേഖനം, അതുപോലെ ഗലാത്യ ലേഖനം, അതുപോലെ എഫേസ്യ ലേഖനം, അതുപോലെ കൊലോസ്യ ലേഖനം, അതുപോലെ തെസ്സലോനിക്ക ലേഖനം, എല്ലാ ലേഖനങ്ങളും അത് 1 മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുമ്പോഴാണ് അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്ത് പ്രസംഗിക്കുന്നു. ഞാൻ അതിനെ എതിർക്കുന്നില്ല, നല്ല കാര്യങ്ങളാണ്, സ്തോത്രം. എന്നാൽ അതിനേക്കാൾ പ്രയോജനം ഒരു ലേഖനം മുഴുവനായിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിക്കാനുള്ള മഹാഭാഗ്യം പല സന്ദർഭങ്ങളിലായിട്ട് കർത്താവ് എനിക്ക് തന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അപ്പോൾ ഒരു ലേഖനത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്താണെന്ന് നമ്മൾ ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ, പ്രവൃത്തി പുസ്തകത്തിൻ്റെ ആ സംക്ഷിപ്ത രൂപം എന്താണെന്ന് നമ്മൾ ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ, കർത്താവ് അപ്പോസ്തലന്മാരിലൂടെ കൊടുത്ത മഹത്തരമായ വചനങ്ങൾ, അവർക്ക് കൊടുത്ത വചനങ്ങൾ അവർ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന, ലൂക്കോസാണത് എഴുതിയത്. പൗലോസിൻ്റെ ഓരോ ശുശ്രൂഷ ഘട്ടങ്ങൾ, പത്രോസിൻ്റെ ഓരോ ശുശ്രൂഷ ഘട്ടങ്ങൾ, ഇനി എല്ലാറ്റിലും ഉപരി പുതിയ നിയമം എവിടെ, ആവിർഭാവം എവിടെയാ? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിച്ച് പുതിയ നിയമസഭ അവിടെ രൂപം കൊള്ളുന്നു. അതിൻ്റെ 42-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം, സ്തോത്രം. പ്രവൃത്തി 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിന് അവന്റെ ലാസ്റ്റ് അധ്യായ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് വാക്യം, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട്. അപ്പൊ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ആരെയാ ഈ സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ. പിന്നെ ഒന്നുകൂടി പറയാം, 42-ാം വാക്യം കൂടി നമ്മളതിൽ ഇൻവോൾവ് ആക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി ആചരിച്ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നവരെ കർത്താവ് തൻ്റെ സഭയുടെ. അതാണല്ലോ സഭ, സംശയമൊന്നുമില്ലല്ലോ. ഇത് കർത്താവിൻ്റെ ദാസന്മാരെ അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ എനിക്ക് പറയാനാണ് ദൈവം ഒരു നിയോഗം തന്നിരിക്കുന്നത്. അതാ ഈ പ്രവൃത്തി പുസ്തകം 20-ാമത്തെ എടുത്ത് പറയാനുള്ള കാര്യം. അപ്പോൾ പ്രവൃത്തി പുസ്തകമാണ് പുതിയ നിയമസഭയുടെ ആവിർഭാവം. അതിൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം എന്നുള്ളത്, വാക്കിനാൽ തന്ന പ്രമാണം അവർ പ്രസംഗിച്ച് വാക്കിനാൽ പറഞ്ഞിരിക്കുന്നതാണ് പ്രവൃത്തി പുസ്തകം മുഴുവൻ. അതിൽ പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം പെട്ടെന്ന് ഞാൻ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 28-ന്റെ 23, 29, 30 ആർക്കെങ്കിലും വായിക്കാം, പെട്ടെന്ന് വായിച്ചാൽ. പ്രവൃത്തി 28-ന്റെ 23, 29, 30. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളെ ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ
കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 അത് കേട്ടോ, മതി, അത്ര മതി. ഇവിടെ അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു എന്നുള്ള വിഷയം, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത 29-30 വാക്യങ്ങൾ വായിക്കാം. പ്രവൃത്തി 28-ന്റെ 29-30 അവസാനത്തെ വാക്യം. വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിക്കുമ്പോൾ മതി. അപ്പൊ പൗലോസിന്റെ ശുശ്രൂഷയുടെ സിംഹഭാഗവും അല്ലെങ്കിൽ അതിന്റെ മീറ്റായ ഭാഗം എന്തായിരുന്നു? ദൈവരാജ്യം. ഇന്നാ പ്രസംഗത്തിന്റെ കോട്ടം വന്നോ ഇല്ലയോ? വന്നിട്ടില്ല. അല്ല, നമ്മൾ പ്രസംഗിക്കുന്നു പൊതുവെ നമ്മൾ എടുക്കുമ്പോൾ, കോമൺ ആയിട്ട് എടുക്കുമ്പോൾ, ക്ലാസ് പ്രസംഗിക്കുന്ന വേറെ കാര്യം നമ്മൾ ചിന്തിക്കണ്ട. ഞങ്ങളൊക്കെ നമ്മളങ്ങനെ പഠിച്ചു ചെയ്യുന്നോണ്ടിരിക്കുക. എന്നാൽ അങ്ങനെയാണോ ഇന്ന് ഈ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ എടുത്ത് ദൈവരാജ്യമാണോ പ്രസംഗിക്കുന്നത്? അവർ ഈ രാജ്യത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ സാമ്പത്തികമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൗലോസിന്റെ പ്രബോധനങ്ങൾ, പത്രോസിന്റെ, യോഹന്നാന്റെ, യാക്കോബിന്റെ, യൂദയുടെ, സ്തോത്രം, സ്തേഫാനോസിന്റെ പ്രസംഗം, ഫിലിപ്പോസിന്റെ പ്രസംഗം, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന മെസ്സേജ് ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. അതിന് വിട്ടുകളഞ്ഞിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാന ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം. ആ 2 വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. അത് ഞാൻ എല്ലായിടത്തും പോകുന്നിടത്തൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഇന്നും അത് പ്രസംഗിക്കാൻ ദൈവാത്മാവ് ഹേമൻ എന്നുകൊണ്ട് പറയുക. പൗലോസിന്റെ ശുശ്രൂഷ ദൈവരാജ്യമായിരുന്നു, സ്വർഗരാജ്യമായിരുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതായിരുന്നു. അതാണ് ഇന്ന് പ്രസംഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇനി ഞാൻ വചനത്തിലേക്ക് വരിക. ഇനി ഇവിടെ ഈ അതിൻ്റെ ഈ പ്രവൃത്തി പുസ്തകം നമ്മൾ എത്ര വായിച്ചു തുടങ്ങിയത്? 17-18 ആദ്യം നമ്മൾ വായിച്ചത്. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആരോടായി പറയുന്ന വചനം? സഭയിലെ, നിങ്ങളെല്ലാം സഭയിലെ മൂപ്പന്മാരാണ്. 2-3 സഹോദരിമാർ മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത്. അതിലൊരാൾ കർത്താവിൻ്റെ ദാസിയുമാണ്. അപ്പോൾ സഭയിലെ ശുശ്രൂഷകന്മാരാണ്. ഒരു ചെറിയ അളവിലെങ്കിലും വലിയ അളവിലെങ്കിലും എല്ലാവരും കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണ്. അപ്പൊ സഭയിലെ മൂപ്പന്മാരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഇന്ന് പകലിൽ ദൈവം നമുക്കും തരാൻ ആഗ്രഹിക്കും. നമ്മളെന്താണെന്ന് പഠിക്കണ്ടേ? ഈ ആലോചന ഒന്ന് മനസ്സിലാക്കണ്ടേ? അവരോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന എന്താണെന്നും, സ്തോത്രം, അതിൻ്റെ ആകത്തുക എന്താണെന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മളും അത് പഠിച്ചിരിക്കണം. ആ പഠിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് ഞാനത് വായിക്കാനിടയിൽ തരുന്നത്. അത് എഫെസോസിൻ്റെ പ്രവൃത്തി 20-ന്റെ 1 മുതൽ 16 വരെയും പല വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട്, സ്തോത്രം, മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി. അവൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. പിന്നെയുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ 19 മുതൽ 32 വരെയുള്ള വാക്യത്തിലെ പ്രധാന വിഷയങ്ങൾ ശുശ്രൂഷിക്കാനാണ് ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അത് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കാം. ഞാൻ ആസയിൽ നിന്ന് വന്ന ശേഷം വായിക്കാം. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും. അവിടെ നിൽക്കട്ടെ പാസ്റ്റർ. ഇപ്പൊ ഈ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലേഖനമോ ഒരു അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അത് വായിച്ച് അതിൽ അന്തർലീനമായിരിക്കുന്ന സത്യം ഒന്നൊന്നായിട്ട് നമ്മൾ ഗ്രഹിച്ചു പോകാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ ആസിയിൽ നിന്ന് വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. നമ്മളിപ്പോൾ എങ്ങനെയാ കർത്താവിനെ സേവിക്കുന്നത്? കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന പൗലോസ് അല്ലെങ്കിൽ പത്രോസ്, യോഹന്നാൻ, അവരൊക്കെ ഏത് നിലയിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുന്നത്? വളരെ കഷ്ടങ്ങളിലൂടെ, വളരെ ബുദ്ധിമുട്ടിലൂടെ, വളരെ ഞെരുക്കത്തിലൂടെയാണ് അവർ കർത്താവിനെ സേവിച്ചത്. ഇത് പറയുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-11 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ എഴുതിയിടുകയും അത് വായിക്കുകയും കൂടി ചെയ്യുക. 1 കൊരിന്ത്യ ലേഖനം 4-ന്റെ 11, 12, 13 വാക്യങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു.
ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ആ. ഞങ്ങൾ ലോകത്തിന്റെ ചൗറ പോലെയും ഇന്നുവരെയും സകലത്തിന്റെയും വഴുക്കായും തീർന്നിരിക്കുന്നു. എന്തോ ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ. ആദിമ ശിഷ്യന്മാരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. സത്യവേദ പുസ്തകത്തിലെ, പ്രവൃത്തി പുസ്തകത്തിലെ പുതിയ നിയമസഭയുടെ അവര് അനുഭവിച്ച വിഷയങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ ആദിമ ശിഷ്യന്മാർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ശിഷ്യന്മാർ. സ്തോത്രം. അവരുടെ കണ്ടിന്യൂഷനാണ് നമ്മളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണല്ലോ അല്ലേ? അത് വ്യത്യസ്തമല്ലെന്നുണ്ടോ നമുക്ക്? അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ച പ്രയാസങ്ങളും അവരനുഭവിച്ച ജീവിതത്തിൻ്റെ കഷ്ടതകളിലും തീച്ചൂളയിലൂടെയാണോ നമ്മൾ പോകുന്നത്? അല്ല, നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. അവർക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു, പൗലൂസും പത്രോസും ഒക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള കാരണം എന്താ? അവർ പോയ സാഹചര്യം വേറെയാണ്. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല. അവരിവിടെ നിന്ന് തല്ലി ഓടിച്ച വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കുക, അവിടെ നിന്ന് തല്ലി ഓടിച്ച വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്കൊരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. ആരെങ്കിലും അടിക്കാൻ വന്നാൽ തന്നെ രക്ഷിക്കപ്പെട്ട വക്കീൽ കിടപ്പുണ്ട്. നമുക്ക് വക്കീലിനെ കൊണ്ട് എന്ത് കേസ് പറയാൻ പോവാ നമ്മൾ? സ്തോത്രം. നടക്കുന്ന കാര്യമായി പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും ആത്മീയ കുളത്തിലെ കാര്യമായി പറയുന്നത്. സ്തോത്രം. നമ്മൾ ഒരു ഉപദ്രവം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മൾ ഈ ശിഷ്യന്മാരുടെ ഫോളോവേഴ്സ് ആകാതെ നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ചും നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചാണ് കർത്താവിൻ്റെ വേലയിൽ നമ്മളായിരിക്കും. അതുകൊണ്ട് ഒരു ഗുണമില്ലായിരിക്കും. നിങ്ങൾ എന്നോട് പണങ്ങരുത് കേട്ടോ, അതാ എൻ്റെ കാര്യം. സ്തോത്രം. അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച്, അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, നമുക്കിപ്പോൾ എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ സാധാരണ പറയുന്നത്, അലമാര തുറന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ചിരിക്കരുത്, ചിന്തിച്ചോണം, അലമാര തുറന്നാൽ തുണിയെല്ലാം കൂടി നമ്മുടെ തലയിലോട്ട് കൂടെ നമ്മൾ ചത്തുപോയില്ലല്ലോ, അതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. സ്തോത്രം. അവർക്ക് എന്തില്ല? തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. നമ്മുടെ ഫ്രിഡ്ജം കാണുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അന്നുള്ള അപ്പത്തിന് വേണ്ടി ചിരിച്ചോണ്ടാ പറയുന്നത്, അതുകൊണ്ട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ആരും. അതായത് അന്നുള്ള അപ്പത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഇഷ്ടംപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ച്. പക്ഷേ അവർക്കൊന്നുമില്ലായിരുന്നു. നിങ്ങളിവിടെ വായിക്കുക, ആ ഭാഗം ഒന്ന് വായിക്കേ. ഞാൻ എങ്ങനെയാ കർത്താവിൻ്റെ വേല ചെയ്ത്? വളരെ താഴ്മയോടും കണ്ണിനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടി കർത്താവിനെ സേവിച്ചു വന്നു. ഇനി 1 കൊരിന്ത്യ ലേഖനത്തിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് ആഡ് ചെയ്തൊന്ന് ചിന്തിച്ചാൽ, ഒന്ന് എഴുതുമ്പോൾ അതും കൂടി ഒന്ന് എഴുതിക്കോണേ. 1 കൊരിന്ത്യർ ഈ നാഴിക വരെ അല്ല, അതിൻ്റെ 9-ാം വാക്യം വായിച്ചിട്ട് 11 വായിക്കും പാസ്റ്റേ. 9. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ ഞങ്ങൾ ലോകത്തിന് ആരായി മാറി? പൗലോസിന്റെ മേലിൽ നിന്ന് ഉറുമാല് കൊണ്ടുവന്നിട്ട രോഗി സൗഖ്യമായി, ഭൂതം പോയി, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. പക്ഷെ അവർ പോയ മേഖല നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആദിമ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ രീതിയിൽ അവരനുഭവിച്ച കഷ്ടങ്ങളും അവർ കടന്നുപോയ മേഖലകളിലൂടെ നമ്മൾ കടന്നുപോയാൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള ശുശ്രൂഷ നമുക്ക് മുൻപെടാൻ കഴിയും. നമുക്കതിന് താല്പര്യമില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതിന് താല്പര്യമില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ആത്മാവിൽ എരിവോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ഇന്ന് ഈ ഭവനത്തിൽ നമ്മൾ യാദൃച്ഛികമായി വന്നതുകൊണ്ടാണ് ഈ ഭാഗം എടുക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭാഗം പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയിട്ട് അതിനുള്ള ഒരുക്കങ്ങളോടുകൂടി വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വിഷയം മാറി. യുവാത്മാവ് ഈ വിഷയം തരാനാണ്, പറയാനാണ്, പ്രസംഗിക്കാനാണ്, ശുശ്രൂഷിക്കാനാണ് എനിക്ക് നിയോഗം. സ്തോത്രം. ആ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താ? ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി തീർന്നു. ഓ, എന്തൊരു അനുഭവമാണ് അത്. അടുത്ത്, ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന്. ആ മരണവിധിയിൽ ഉൾപ്പെട്ടവരായി നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഏത് സമയത്തും മരിക്കാം, ഏത് സമയത്തും അവരുടെ ജീവന് ഹാനി സംഭവിക്കാം, ഏത് സമയത്തും മറ്റുള്ളവർ തല്ലിക്കൊല്ലാം. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ, ദ ഹിസ്റ്ററി ഓഫ് ചർച്ച് പഠിക്കുമ്പോൾ പീഡാകാലത്തിൻ്റെ ക്ലൈമാക്സോട്ടുള്ള കാലഘട്ടങ്ങളാണ് 1-2 നൂറ്റാണ്ടുകളൊക്കെ. ഏത് സമയത്തും എപ്പോഴും മരിക്കാം. പ്രവൃത്തി പുസ്തകത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇത് ഇവിടെ നിർത്തണം, വായിക്കണം. പ്രവൃത്തി 12-ന്റെ 1-ാം വാക്യം. പ്രവൃത്തി 12-ന്റെ 1-ാം വാക്യം.
ഹല്ലേലൂയ. ഹെരോദ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭയെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. മതി. പത്രോസിനെ പിടിച്ച എന്തിനാ? കൊല്ലാൻ. വാത്സല്യ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ, ഞാനും നിങ്ങളിൽ ഒരുവനായി നിന്ന് ഞാനും പറയുകയാണ്, നമ്മൾക്കാർക്കും പ്രതികൂലങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും സംഘർഷങ്ങളിലൂടെയും കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. എന്നാൽ യഥാർത്ഥമായി 1 യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. 1 യോഹന്നാൻ 1:1 മുതൽ 4 വരെയുള്ള വാക്യം എഴുതിയിട്ടോ, എൻ്റെ വീട്ടിൽ പോയി പഠിച്ചാൽ മതി. ഞങ്ങൾ കണ്ടു. 1 യോഹന്നാൻ 1:1, 2, 3, 4 വാക്യങ്ങൾ. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കി. കർത്താവിൻ്റെ കൂടെ നടന്നു. ആ ഞങ്ങൾ കർത്താവിൽ നിന്ന് കേട്ടതാണ് ഞങ്ങൾ അറിയിച്ചിരുന്നത്. നമ്മൾ കർത്താവിൽ നിന്ന് കേട്ടതുമല്ലാണോ പറയുന്നത്? അല്ല, നമുക്ക് തോന്നിയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. സ്തോത്രം. അവർ കർത്താവിൽ നിന്ന് കണ്ടതും കർത്താവിൽ നിന്ന് പ്രാപിച്ചതും കർത്താവിനെ കുറിച്ച് കേട്ടതും കർത്താവരെ ഫലമേൽപ്പിച്ചതുമാണ് അവര് സഭയ്ക്ക് ദൂതായിട്ട് എഴുതി തന്നിരിക്കുന്നത്. സ്തോത്രം. അവർ കടന്നുപോയ മേഖലകൾ, അവർ കടന്നുപോയ പ്രതികൂലങ്ങൾ, അവർ കടന്നുപോയ പ്രശ്നങ്ങളിലൂടെ ഇന്ന് ഏത് കർത്താവിന്റെ ദാസന്മാർ കടന്നു പോകുമോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ജനം മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടും. ജനം ദൈവത്തോട് കൂടുതൽ അടുക്കാനിടയായിത്തീരും. ജനം ദൈവത്തിൽ വിടുതലുകൾ പ്രാപിക്കാനിടയായിത്തീരും. ജനം ആത്മീകമായി മുൻപോട്ട് പോകാനിടയായിത്തീരും. ഇത് പറഞ്ഞുകൊണ്ട് വേറൊരു വിഷയം എൻ്റെ ഹൃദയത്തിൽ വരിക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് സഭകൾ ഏത് നിലവാരത്തിലാണ് വന്നേ? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവരുടെ ഉപദേശം കേട്ട് വന്ന സഭയുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് വചനം പറയുന്നതാണ് ഞാൻ പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നു. പോ. അല്ല, ചിലർ ചെയ്യുന്നത് പോലെ ഞങ്ങൾ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അപ്പൊ കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ ആരായി മാറി? അത് പിന്നീട് അടുത്ത വാക്യത്തിലാ വരുന്നത്. അപ്പോസ്തലന്മാരെ പോലെ ആയവര്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ച് അവരാരായി? ഞങ്ങളുടെ പത്രമായി അപ്പോസ്തലന്മാരെ പോലെയായി. പൗലോസ് സാക്ഷ്യപ്പെടുത്തി അവിടെ. സ്വത്രം. ഞങ്ങളുടെ പത്രം നിങ്ങൾ. പൗലോസായി പറയുന്നത് ഓർത്തോണം. കൊരിന്ത്യരുടെ ഞങ്ങളുടെ പത്രമായി. ഈ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ അവരുടെ അവസ്ഥ എന്തായിരുന്നു? പരിജ്ഞാനത്തോടെന്ന് പറഞ്ഞു. അല്ല, അത് ഇതുമല്ല. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും അല്ല, അതുമല്ല പറഞ്ഞു. ആ പ്രോപ്പറായിട്ടുള്ള മറുപടി കിട്ടണം നമുക്ക്. 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവർ ഏതവസ്ഥ കിടന്നു? ശിശുക്കളായിരുന്നു. ശിശുക്കളാണ് അപ്പോസ്തലന്മാരെ പോലെ ആയത്. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൽ പ്രേരണയുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. പറഞ്ഞ് സ്തോത്രം പറയിക്കുന്ന രീതി നമുക്കില്ല. ഒരിക്കൽ കൂടെ അതൊന്നുമില്ല. അതൊക്കെ വെറും ജഡത്തിലുള്ള കളിയാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. യാതൊരു സംശയമില്ല. സ്തോത്രം വരും. അതാ യഥാർത്ഥ സ്തോത്രം. മറ്റത് ആർട്ടിഫിഷ്യൽ ആർക്കും വേണ്ട. അതൊക്കെ വേസ്റ്റാണ്. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ആത്മീക ശിശുക്കളായി. വേണമെങ്കിൽ എൻ്റെ 3-ന്റെ 1-2 വാക്യങ്ങൾ കൊണ്ട് വായിച്ചോട്ടെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെയെല്ലാം ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഭക്ഷിക്കാൻ കഴിവില്ലാതിരുന്ന ജഡീകന്മാരായ ആത്മീക ശിശുക്കളായിരുന്ന തമ്മിൽ പക്ഷം പിടിച്ചുകൊണ്ടിരുന്ന, ഞാൻ പൗലോസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം പറഞ്ഞ് 4 പാർട്ടി ഉണ്ടാക്കി പക്ഷം പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന കൊരിന്ത്യയിലെ വിശ്വാസികളെ ദൈവവചനം പഠിപ്പിച്ച് 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ പത്രങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു ദൈവമക്കളെ? ഇതെങ്ങനെ സംഭവിച്ചോ? കഷ്ടതയിലൂടെയും കണ്ണുനീരിലൂടെയും ദുഃഖത്തിലൂടെയും പ്രതികൂലത്തിലൂടെയും പട്ടിണിയിലൂടെയും പോരാട്ടങ്ങളിലൂടെയും വെല്ലുവിളിയിലൂടെയും അവർ ദൈവസ്ഥലിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിന്റെ ആലോചനകൾ
ആ സഭകളെ, കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ ഹിസ്റ്ററി ഓഫ് കൊരിന്ത്, ആ പട്ടണത്തെക്കുറിച്ച് പഠിക്കണം. വളരെ മ്ലേച്ഛം നിറഞ്ഞൊരു പട്ടണമാണ് അത്, കൊരിന്ത് പട്ടണം. ആ പട്ടണത്തിൽ പോയി ദൈവവചനം പ്രസംഗിച്ച് ഒരു കൂട്ടം ജനത്തെ കൂട്ടിവരുത്തി കൊരിന്ത് സഭ. ആ സഭയെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച് ശൈശവാവസ്ഥയിൽ കിടന്ന സഭ ആരായി? അപ്പോസ്തലന്മാരെ പോലെയായി. ഇനി അടുത്ത് 2 കൊരിന്ത്യർ 3 രണ്ടാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 3 ആദ്യത്തെ വായിക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയി എന്ന് പറയട്ടെ. അടുത്ത വാക്യം, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു. പത്രം മാറി അവിടെ. ആദ്യത്തെ പത്രം എങ്ങനെ ആരായിരുന്നു? അപ്പോസ്തലന്മാരെ പോലെ. രണ്ടാമത്തെ പത്രം ഏതാ? ക്രിസ്തുവിന്റെ പത്രമായി. അതാ മറുപടി. മനസ്സിലായില്ലേ? അവർ ആദ്യം അപ്പോസ്തലന്മാരെ പോലെയായി. തുടർമാനമായ വചനപഠനവും പ്രാർത്ഥനയും ആത്മീക മുന്നേറ്റവും ആത്മീയ വളർച്ചയും ആത്മീയ വർധനവും ആത്മീയ നിറവും കൊണ്ട് അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി. ഇപ്പൊ കൊരിന്ത് സഭയെ നോക്കിയാൽ ആരെ കാണാം? അപ്പോസ്തലന്മാരെയും കാണാം, ക്രിസ്തുവിനെയും. ഇപ്പൊ നമ്മളെയൊക്കെ നോക്കിയാൽ ആരെ കാണാം? നിങ്ങൾ തന്നെ പറഞ്ഞു. ഒരു കൈകൊണ്ട് പാസ്റ്റർ, ആ സത്യം ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ട്. സത്യം പറയുന്നവരെ എനിക്ക് ഇഷ്ടമാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ ആരാകണം? ക്രിസ്തുവിന്റെ പ്രകാശധാരകളാണ്. സൂര്യൻ പ്രകാശിക്കുന്ന അല്ല, ചന്ദ്രൻ പ്രകാശിക്കുന്ന എങ്ങനെയാ? സൂര്യനിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത്, സൂര്യനിൽ നിന്ന് വെളിച്ചു പടി ചന്ദ്രപ്രകാശം. അതുപോലെ ക്രിസ്തുവിന്റെ പ്രകാശം വചനം ഉണ്ടതില്ലേ? സ്തോത്രം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കർത്താവ് എന്താ പറഞ്ഞു? ഇനി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. നമ്മളിപ്പോ ഇരുണ്ട് കിടക്കുക. ഇരുണ്ട് വെളിച്ചമുള്ളവരുണ്ട്. നമ്മൾ വെളിച്ചത്തിലേക്ക് വരാനായി ഈ മീറ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും കർത്താവിന്റെ ദാസന്മാരും പ്രിയപ്പെട്ടവരൊക്കെ വെളിച്ചമുള്ള മക്കളായി, നല്ല കറതീർന്ന ആത്മീകരായി, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ശ്രേഷ്ഠന്മാരായി, കർത്താവിനെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ വെളിപ്പെടുത്തുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായി, ഒരു തണലായി, ഒരു ചൂണ്ടുപലകയായി, ഒരു വഴികാട്ടിയായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഇന്ന് പൽക്കാലം ഇവിടെ കൂട്ടിവരുത്തി. ചാവി കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? അപ്പൊ ഇപ്പൊ ചക്ക കൊണ്ട് മാത്രം ഇന്നത്തെ പോക്ക് തീരും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ആൻറ്റി വിളിക്കുന്നത്, സിസ്റ്റർ വിളിക്കുന്നത്, എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, എൻ്റെ വീട് പോയിരുന്നു പ്രാർത്ഥിക്കാം, സമയം കളയണ്ട, അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. വഴിയൊന്നും അറിയത്തില്ല, അതിനുള്ള വഴി ഇവിടെ കൊച്ചുമേരി സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ക്ലിയറായി. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് കിട്ടിയത് വെറുതെ അല്ല, ക്രിസ്തുവിന്റെ പത്രങ്ങളായി നമ്മൾ തീരണം. ഇന്ന് മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം, അതിനുവേണ്ടി നമ്മുടെ ജഡ സ്വഭാവങ്ങളൊക്കെ മാറണം. എല്ലാറ്റിലും ഒരു നമ്മുടെ ആത്മീക ശൈശവാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം. 1 കൊരിന്ത്യർ 13:11 ഒന്ന് വായിക്കാം. എനിക്ക് വാക്യം അറിയാമെങ്കിലും നിങ്ങൾ എഴുതാനും വായിക്കാനും കൂടിയാണ് ഞാൻ ആ പറയുന്നത്. 1 കൊരിന്ത്യർ 13 ഞാൻ ശിശുവായിരുന്നപ്പോൾ സ്തോത്രം.